എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സോറോ അവൻ ഇപ്പോഴും നിർത്താതെ ആ പീക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിക്ക അവൻ കൈ ചുരുട്ടി ഇപ്പൊ സോറോയെ ആഞ്ഞടിക്കും. സോറോ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് മാറും. അടുത്തതായിട്ട് പിക്ക അവന്റെ കൈ നീട്ടി സോറോയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. സോറോ സിമ്പിളായിട്ട് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് പീക്കയുടെ കയ്യിൽ ആഞ്ഞു വെട്ടും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് നേരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും നമ്മുടെ പീക്കയുടെ കൺട്രോൾ പോയി അവന്റെ മുഖമൊക്കെ അങ്ങനെ ക്രൂര മുഖമാവും. ഇവിടെ നമ്മുടെ സോറോ ആണെങ്കിൽ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കര ടയർഡായി ശ്വാസമൊക്കെ എടുത്തുവിടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ടോയ് സോൾജിയറിനെ കാണിക്കുകയാണ്. അവനും ആ ലിറ്റിൽ പീപ്പിൾസും ഉഷാറായിട്ട് ഓടും. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഫൈറ്റിൽ ജയിച്ചേ പറ്റൂ. നമ്മുടെ ടോയ് സോൾജിയറിന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആളുടെ പഴയ രൂപത്തിലേക്ക് വരണം. പഴയ രൂപത്തിലേക്ക് വരണമെങ്കിൽ ടോയാക്കി മാറ്റുന്ന ആ ഷുഗർ പെണ്ണ് അവളെ കണ്ടെത്തി ആദ്യം അവളെ തല്ലിക്കൊല്ലണം. ടോയ് സോൾജിയർ ആണെങ്കിൽ ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് മുൻപോട്ടേക്ക് ഓടും. അവന്റെ മുൻപിൽ കാണുന്ന എല്ലാവരെയും അവനും ലിറ്റിൽ പീപ്പിൾസും അട്ടിച്ച് തൂഫാനാക്കും. അവരാണെങ്കിൽ ടോയ് സോൾജിയറിന് ഫുൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഈ SOP മിഷൻ അത് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് വീണ്ടും പഴയ ഗ്ലാഡിയേറ്ററായി മാറാൻ കഴിയും. പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല. നിങ്ങളുടെ പവറിന് മുൻപിൽ ഡോഫ്ലെമിംഗോയ്ക്ക് എന്നല്ല ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ ഓടുമ്പോഴായിരിക്കും ഇക്ക ഫാമിലിയിൽ പെട്ട മറ്റൊരു ഗ്ലാഡിയേറ്റർ ഇപ്പോ അവർക്ക് മുൻപേ നടന്നു വരുന്നതായിട്ട് കാണാം. അവനെ കണ്ട് പേടിച്ച് ലിറ്റിൽ പീപ്പിൾസ് ടോയ് സോൾജിയറിനോട് പറയും, ടോയ് സോൾജിയർ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവന് ഭയങ്കര പവറാണ്. അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത സെക്കൻഡുകൾ കൊണ്ട് അവൻ നിങ്ങളെ തകർത്ത് കളയും. സോ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ തടഞ്ഞു നിർത്താം. ആ തക്കത്തിന് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പക്ഷേ നമ്മുടെ ആള് അതിന് സമ്മതിക്കില്ല. ഞാനും നിങ്ങളോടൊപ്പം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് ടോയ് സോൾജിയർ അങ്ങനെ ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ ടോയ് സോൾജിയർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ വില്ലന്റെ മുൻപിലേക്ക് എടുത്തു ചാടും. വില്ലൻ സിമ്പിളായി അവന്റെ കൈ നീട്ടി അവരെ രണ്ടുപേരെയും കയ്യിൽ ചുരുട്ടി പിടിച്ച് അങ്ങനെ അമർത്തുകയാണ്. ആ ഒരു വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങും. ടോയ് സോൾജിയറിനാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അടുത്ത നിമിഷം ആ വില്ലന്റെ രണ്ട് കൈകളും അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ടോയ് സോൾജിയർ പല്ല് കടിച്ച് നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ചോദിച്ച് ആ വില്ലന് നേരെ ഓടി വരും. വില്ലൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ടോയ് സോൾജിയർ നൈസായിട്ട് വില്ലന്റെ കാലിന്റെ ഇടയിലൂടെ മറുവശത്തേക്ക് ഓടുകയാണ്. അതിനാ വില്ലനും വെറുതെ ഇരിക്കില്ല. നീ ഒറ്റ കാല് വെച്ച് ഇത്രയും സ്പീഡിൽ ഓടുകയാണെങ്കിൽ രണ്ട് കാലുള്ള ഞാൻ എങ്ങനെ ഓടുമെന്ന് പറഞ്ഞ് അതിലും സ്പീഡിൽ ടോയ് സോൾജിയറിന്റെ പിന്നാലെ ഓടും. ടോയ് സോൾജിയർ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ ആ വില്ലൻ ടോയ് സോൾജിയറിന്റെ കഴുത്ത് പിടിച്ച് അങ്ങനെ തൂക്കിയെടുക്കും. അതിനുശേഷം ടോയ് സോൾജിയറിന്റെ തല അതങ്ങനെ വീർപ്പിച്ച് വലുതാക്കുകയാണ്. അവൻ വിചാരിച്ച ടോയ് സോൾജിയറിന്റെ മുഴുവൻ ബോഡിയും തെറിപ്പിക്കാനായിട്ട് കഴിയും. എല്ലാം കഴിഞ്ഞു ചിന്തിച്ച് ടോയ് സോൾജിയർ ആളങ്ങനെ കിടക്കുകയാണ്. മരിക്കാൻ തയ്യാറായി ടോയ് സോൾജിയർ ഒരു സെക്കൻഡ് റബേക്കയെ കുറിച്ച് ആലോചിക്കുകയാണ്. അടുത്ത നിമിഷം വീഴുകയാണ് ഒരു പഞ്ച് ആ വില്ലന്റെ വയറ്റില്. മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫിയുടെ വകയാണ് ആ ഒരു പഞ്ച്. അവൻ ചാടി വീണ് ഇപ്പൊ കറക്റ്റായിട്ട് ടോയ് സോൾജിയറിനെ ക്യാച്ച് ചെയ്യും. ആ വില്ലനാണെങ്കിൽ കണ്ണൊക്കെ തിരുമ്മി ലൂഫിയെ നോക്കും. ലൂഫിയുടെ കൂടെ തന്നെ ആ വയലറ്റും ഉണ്ട്. വയലറ്റ്, നീ നമ്മുടെ മാസ്റ്ററിനെ ചതിച്ചല്ലേ ചോദിക്കും. അതിന് വയലറ്റ് ആണെങ്കിൽ ലൂഫിയുടെ കൈ പിടിച്ച് അവിടുന്ന് ഓടുകയാണ്. അവർ അല്പദൂരം മുൻപോട്ടേക്ക് ഓടുമ്പോഴേക്കും ആ വില്ലൻ അവൻ എടുത്തു ചാടി അവരുടെ മുൻപിൽ വന്ന് നിൽക്കും. അതിനുശേഷം വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് തല അങ്ങനെ വീർപ്പിച്ച് കൊണ്ടുവരും. അടുത്ത നിമിഷം അവന്റെ തല പൊട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന കല്ലും വലിയ വലിയ മെറ്റൽ പീസുകളെല്ലാം തന്നെ വയലറ്റിന്റെ ബോഡിയിലേക്ക് കൊള്ളുകയാണ്. പക്ഷെ വയലറ്റിനാണെങ്കിൽ സിവിയർ ആയിട്ട് പരുക്കൊന്നും പറ്റില്ല. ലൂഫി വയലറ്റിനെയും അവന്റെ അടുത്ത കയ്യിൽ തൂക്കിയെടുത്ത് ഒരു ജനൽ തകർത്ത് പുറത്തേക്ക് ചാടും. അതിനുശേഷം അവന്റെ കാല് വെച്ച് അങ്ങനെ ആ ജനൽ ലോക്ക് ചെയ്ത് കിടക്കും. ആ വില്ലനാണെങ്കിൽ ജനലിലൂടെ താഴേക്ക് നോക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ട് റൈറ്റ് സൈഡിലൂടെ സാക്ഷാൽ ഡോഫ്ലെമിംഗോ കടന്നു പോകുന്നത് അവൻ കാണും. മാസ്റ്ററിന്റെ പേര് വിളിച്ച് ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ഡോഫ്ലെമിംഗോയെ നോക്കി നിൽക്കുകയാണ്. അത് ആക്ച്വലി ഡോഫ്ലെമിംഗോ അല്ല, നമ്മുടെ സാമുറായും കുഞ്ഞിപ്പെണ്ണുമാണ്. ആ വില്ലനാണെങ്കിൽ ആളെ തിരിച്ചറിയാതെ ഇപ്പൊ അവനോട് പറയും, ബോസ് ഇവിടേക്ക് ഒരുപാട് വില്ലന്മാർ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ആ സ്ട്രോ ഹാറ്റ് ലൂഫി. നമുക്ക് എത്രയും വേഗം അവനെ പിടിക്കണം. അതിന് ഡോഫ്ലെമിംഗോയുടെ വേഷത്തിലുള്ള നമ്മുടെ സാമുറായി പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിപ്പോ എത്രയും വേഗം ആ കാഞ്ചറോട് അടുത്തേക്ക് പോകണം. ഞാൻ അവനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ വില്ലന്മാരെ എല്ലാവരെയും നിങ്ങൾ തകർത്തിട്ടുണ്ടാവണം. അതിനവൻ പറയും, ഓ അതാ സാമുറായി അല്ലേ, അവൻ ആ ജങ്ക്യാർഡിൽ നിന്ന് പണ്ടേ കാണാതെ പോയതല്ലേ. അത് കേട്ട് നമ്മുടെ സാമുറായി അവനങ്ങനെ ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ കാലുപയോഗിച്ച് അങ്ങനെ മുകളിലേക്ക് പറന്ന് കയറി ഡോഫ്ലെമിംഗോയും
അവന്റെ ടീംസും ഉള്ള ആ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. വയലറ്റ് ആണെങ്കിൽ ലൂഫിയോട് മിണ്ടാതിരിക്കാൻ പറയും. അതിനുശേഷം അവൾ നൈസായിട്ട് അകത്തേക്ക് നോക്കും. ഡോഫ്ലമിംഗോയും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും അവിടെ തന്നെയുണ്ട്. ഇവിടെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ലൂഫിയുടെ മൂവ്മെന്റ്സ് ഒക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ലൂഫിയുടെ ലക്ഷ്യം ആ സ്മൈൽ ഫാക്ടറി അത് തകർക്കുക എന്നത് മാത്രമാണ്. അവരെങ്ങനെ ലിറ്റിൽ പീപ്പിൾസിനെ കണ്ടുപിടിച്ച് അവരുടെ ടീമിൽ ചേർന്നു. എവിടെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അപ്പൊ ഡോഫ്ലമിംഗോ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രഫാർഗറിലോ അവൻ പതിയെ കണ്ണു തുറന്ന് അവന് ശ്രദ്ധിക്കുകയാണ്. ലൂഫി എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ ട്രഫാർഗറിലോയ്ക്കും മനസ്സിലാവില്ല. ബേബി ഫൈ ആണെങ്കിൽ ചാടി വന്ന് ട്രഫാർഗറിലോടെ മുഖത്ത് ആഞ്ഞടിക്കും. ട്രഫാർഗറിലോടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഫുൾ കലിപ്പില് അവളെ നോക്കുകയാണ്. അവന്റെ നോട്ടം കണ്ട് ബേബി ഫൈ പേടിച്ചു പോവും. അതിന് ട്രഫാർഗറിലോ പറയും, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ലൂഫി എനിക്കുമായിട്ട് യാതൊരു കണക്ഷനും ഇപ്പൊ ഇല്ല എന്ന്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ഞാൻ നേരത്തെ അവസാനിപ്പിച്ചതാണ്. അവൻ എന്താ ചെയ്യുന്നതെന്നോ അവന്റെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. നീ പറയുന്ന ഈ പച്ചക്കള്ളം അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ? ആ വയലറ്റ് പെണ്ണ് അവൾ ഈ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയേനെ. പക്ഷെ അവളും ആ സ്ട്രോഹാർ ലൂഫിയുടെ കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. അപ്പൊ വയലറ്റ് ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഷോക്കാവും. ദൂരത്തായിട്ട് അവളുടെ റിങ്കുക്ക് ഇങ്ങനെ കണ്ട് ഷോക്കാവുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഇവിടേക്ക് എത്തി. ഡോഫ്ലമിംഗോ എങ്ങനെ കറക്റ്റായിട്ട് ഇദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നു ലോക്ക് ചെയ്തു. അതേ നമ്മുടെ ലൂഫിയും ആ ജനലിലൂടെ അകത്തേക്ക് നോക്കും. ട്രഫാർഗറിലോ അവൻ മരിച്ചിട്ടില്ലാന്ന് തിരിച്ചറിയും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, ട്രഫാർഗറിലോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അകത്തേക്ക് കയറിപ്പോയി ആ ഡോഫ്ലമിംഗോയെ അവനെ അട്ടിച്ച് തകർക്കാം. ബാക്കിയുള്ളവരുടെ കാര്യം അത് നിങ്ങൾ നോക്ക്. എല്ലാവരെയും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകണം. ആ ഡോഫ്ലമിംഗോയെയും അവന്റെ സംഘത്തെയും വെറുതെ വിടാൻ പാടില്ല. ആ ടോയ് സോൾജിയർ ആണെങ്കിൽ അതിന് തീർത്തു പറയും, അയ്യോ വേണ്ട വേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ആദ്യം ലിയോയും ടീമും ആ SOP ഓപ്പറേഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ടോയ്സ് ആയി മാറിയവരെല്ലാവരും പഴയതുപോലെ നോർമലാവൂ. അങ്ങനെ സംഭവിച്ച നമ്മുടെ ഈ ഫൈറ്റും വാറൊക്കെ കുറെ കൂടെ ഈസി ആയിരിക്കും. എല്ലാവർക്കും ചേർന്ന് അവനെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ട്രബോളിനെയും ഷുഗർ പെണ്ണിനെയും കാണിക്കും. അവർ രണ്ടുപേരും അനക്കമില്ലാതെ കിടക്കുന്ന ആ ലിറ്റിൽ പീപ്പിൾസിനെ നോക്കി കളിയാക്കുകയാണ്. ഇവരെ പോലെ വിഡ്ഢികൾ മാത്രമേ ആരുടെയെങ്കിലും സപ്പോർട്ടും വാക്കും ഒക്കെ വിശ്വസിച്ച് നമ്മളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വരൂ. ഇവിടെ നമ്മുടെ റോബിനും ഉസോപ്പും അവർ രണ്ടുപേരും ഇതുവരെയായിട്ട് ആ വില്ലന്മാരുടെ കയ്യിൽ പെട്ടിട്ടില്ല. റോബിനാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ രണ്ടുപേരെ സേവ് ചെയ്യും. അതേസമയം ഉസോപ്പ് അവൻ ആ ലിയോയെ സേവ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാണ്. ലിയോ ആണെങ്കിൽ തറപ്പിച്ച് പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അവൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ പോയ്സൺ ഫ്രൂട്ട് കാണും. അവൻ ഒരുപാട് ബുദ്ധിമുട്ടി അതെടുക്കാനായിട്ട് പോവാണ്. അത് കണ്ട റോബിന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടുപേര് അവരും ലിയോയെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ പോവാണ്. അവരുടെ തൊട്ടു പിന്നാലെ പരുക്ക് പറ്റിയ ബാക്കിയുള്ളവരും എഴുന്നേറ്റ് അങ്ങനെ പോവാണ്. ട്രെബോൾ ആണെങ്കിൽ അവരെ കാണേണ്ട താമസം വീണ്ടും അവന്റെ സ്ലൈം ഉപയോഗിച്ച് അവരുടെ നേരെ തീ കത്തിക്കുകയാണ്. ഷുഗർ ആണെങ്കിൽ അവൾ ടോയ്സ് ആക്കി മാറ്റിയവരെ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യിപ്പിക്കും. ഇവിടെ റോബിൻ അതെല്ലാം കണ്ട് ഉസോപ്പിനോട് പറയും, നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഇനി നമ്മൾ വേണം എന്തെങ്കിലും ചെയ്യാൻ. റോബിൻ അവളുടെ കൈകൾ ഉപയോഗിച്ച് ട്രിബോളിനെയും ആ ഷുഗർ പെണ്ണിനെയും അവർ രണ്ടുപേരെയും ലോക്ക് ചെയ്ത് പിടിക്കും. അതിനുശേഷം വിളിച്ചു പറയും, ലിയോ ഇപ്പൊ തന്നെ ആ ഫ്രൂട്ട് അത് അവളുടെ വായിലേക്ക് ഇട്ട് എങ്ങനെയെങ്കിലും അവളെ തകർക്ക്. ലിയോ അത് കേൾക്കേണ്ട താമസം ആ ഫ്രൂട്ടുമായിട്ട് അവൾക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. പക്ഷെ എന്താ, ആ ഷുഗർ പെണ്ണ് അവൾ നൈസായിട്ട് കൈ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് റോബിന്റെ കയ്യിൽ ടച്ച് ചെയ്യും. അടുത്ത സെക്കൻഡ് നമ്മുടെ റോബിൻ അവളൊരു ഡോളായി മാറുകയാണ്. ട്രബോൾ ആണെങ്കിൽ അവന്റെ സ്ലൈം ഉപയോഗിച്ച് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ലിയോയെ ക്യാച്ച് ചെയ്യും. ട്രബോൾ ആണെങ്കിൽ ഒരു വലിയ പാറക്കല്ലെടുത്ത് ലിയോയ്ക്ക് നേരെ വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.